ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതിയത് മോഹൻലാലാണ്. അതെ 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 ടൈറ്റിൽ ഇട്ടത് ടൈറ്റിൽ ഇട്ടത് മോഹൻലാൽ. അതെ, അതൊക്കെ ചെറിയ ഒരു കുസൃതിയാണ്. കാരണം ഞാൻ ഈ പടം പ്ലാൻ ചെയ്തു, ആൻ്റണി പെരുമ്പാവൂരായിട്ട് സംസാരിച്ച് മോഹൻലാലിനെ വെച്ചെടുത്ത് സിനിമ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് നേരത്തെ മുൻകൂട്ടി കഥ പറയാറില്ല. അത് ലാലിന് എന്നോടുള്ളൊരു വിശ്വാസമാണ്. ഞാനത് ചെയ്തോളൂന്ന് പുള്ളിക്ക് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, അമാനുഷികനൊന്നുമല്ല, സാധാരണക്കാരനായ ഒരാളാണ്, അത് മതി എന്ന് പറഞ്ഞു പുള്ളി. അപ്പം അങ്ങനെ ഞാൻ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു പ്രൈവറ്റ് അവാർഡ് നൈറ്റ് നടക്കുന്നുണ്ട് ഒരു എറണാകുളത്ത്. അപ്പം എൻ്റെ അടുത്ത് മോഹൻലാൽ ഇരിക്കുന്ന സൂട്ടൊക്കെ ഇട്ടിട്ട് അതിന് അവാർഡ് കൊടുക്കുകയൊക്കെ വേണം. അതിൻ്റെ തൊട്ടടുത്ത് ഞാനുണ്ട്, എൻ്റെ അപ്പുറത്ത് സിദ്ദിഖുണ്ട്, എൻ്റെ വൈഫുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെ ഇടയിൽ ചോദിച്ചു, എന്താണ് കഥ? ഞാൻ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ കഥ പറയാം? അവിടെ സ്റ്റേജിൽ പാട്ടും ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല എന്നാലും എൻ്റെ ക്യാരക്ടർ എന്താണ്? അപ്പം നിവൃത്തിയില്ലാതെ ഞാൻ ചെവിയിലെ ക്യാരക്ടർ പറഞ്ഞു കൊടുത്തു, കഥയുടെ രൂപം പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ പുള്ളിക്ക് അത് ഇഷ്ടമായി. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റേജിൽ ഡാൻസ് കാണുകയാണ് എന്നാണ്. പിന്നെ എൻ്റെ തോളി കൈയിട്ട് ചെവിയിൽ പറഞ്ഞു, നമുക്കിതിന് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടാലോ? ഓ അങ്ങനെയാണ്. അങ്ങനെയാണ് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടത്. ഇത് ഈ സിനിമയിൽ സത്യേട്ടൻ്റെ രണ്ട് മക്കളും അഖിലും അനൂപും. അതെ അഖിലിൻ്റെ കഥയും അനൂപ് ചീഫ് അസോസിയേറ്റും ആണ്. ഒരു മക്കളും എല്ലാം കൂടെ, അതായത് അന്തിക്കാട്ടെ പതാക ഇങ്ങനെ ഇവരിലൂടെ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ കുടുംബകഥയാണ്, സിനിമയാണ്, കുടുംബ സിനിമയാണ്. കാരണം ഇവർ രണ്ടുപേരും ഇപ്പൊ അനൂപ് പറഞ്ഞ ആവശ്യമുണ്ട് എടുത്തു, അഖില് പാച്ചു അത്ഭുത വിളക്കും എടുത്തു. അന്നേരം അന്തിക്കാട്ടെ കൊടി ഇങ്ങനെ പാറി പറക്കുകയാണ്. ഈ ഓണത്തിന് ഒരു കുടുംബ സമേതമാണ് അല്ലേ? അതെന്റെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ്. അതെ, ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ ഇവർ സിനിമയിലേക്ക് വരുന്നു, ഇവർ രണ്ടുപേരും സിനിമാ സംവിധായകരാകുന്നു ഞാൻ ചിന്തിച്ചിട്ടേ. എനിക്ക് തോന്നുന്നു സത്യേട്ടൻ അവരെ രണ്ടുപേരെയും അവിടെ അന്തിക്കാട്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ, മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചപ്പോൾ പലരും പറഞ്ഞു ഇവരെയൊക്കെ കുറെ കൂടെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ വിട്ട് പഠിപ്പിച്ചു. പക്ഷെ അവിടെ പഠിച്ചതുകൊണ്ട് ഇവർക്ക് എഴുതുന്ന കാര്യത്തിലും വായനയിലുണ്ടായിരുന്ന അവരുടെ താല്പര്യം എല്ലാം കൂടി ഇപ്പം വലിയ രീതിയിൽ വന്നില്ലേ? അതെ 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 അത് മാത്രമല്ല, ഈ റിയൽ ലൈഫ് കണ്ടു പഠിക്കാമല്ലോ. ഇപ്പോൾ ബസ്സിലൊക്കെ ഇടിച്ച് കയറി സ്കൂളിൽ കോളേജിൽ പോവുക, സ്കൂളിൽ പോവുക, പിന്നെ അവിടുത്തെ തോന്നുന്ന അപ്പോൾ പഠിക്കാൻ മാത്രമുള്ള, അല്ലാതെ അതിനപ്പുറത്ത് കുറേ കിട്ടുന്ന ഈ ഗവൺമെൻറ് സ്കൂളിൽ കിട്ടുന്ന ഗുണങ്ങൾ അങ്ങനെയാണ്.